നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹർത്താൽ ദിവസം തനിക്ക് നേരെയുണ്ടായ വധശ്രമത്തിലെ പ്രതികൾ RSS വിട്ട് DYFIയിൽ ചേർന്നുവെന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് ബായാറിലെ കരീം മുസ്ലിയാർ. തനിക്കെതിരെയുണ്ടായ അക്രമ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കരീം മുസ്ലിയാർ. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്റ്റേഷൻ റോഡിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും കടകളും അടിച്ചു തകർത്തു. വനിതാ ദിനമായ വെള്ളിയാഴ്ച JCI കാസർഗോഡ് കൂട്ടയോട്ടവും വനിതാ പുരസ്കാര സദസ്സും സംഘടിപ്പിക്കും. റൺ ഫോർ 9 ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മഞ്ചേശ്വരം ദേശീയപാതയോരത്ത് സന്ധ്യ ഗ്യാരേജിന് സമീപം ഏത് സമയത്തും കടപുഴകി വീണേക്കാവുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചു മാറ്റുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുവാൻ രംഗത്തിറങ്ങും. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സമാപിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ പാഠപുസ്തക വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രായുടെ താരിഫ് ഓർഡറും മറ്റ് നിയന്ത്രണങ്ങളും 1 ലക്ഷത്തിലധികം ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ മേഖലയായ കേബിൾ TV വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും KSEBയും കേബിൾ TV മേഖലയ്ക്ക് സഹായകമായ നിലപാട് സ്വീകരിക്കണമെന്ന് COA കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകളുടെ വാടക ഗ്രാമനഗര വ്യത്യാസമില്ലാതെ 50% കുറയ്ക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വാർഷിക വർധനവ് പൂർണ്ണമായും പിൻവലിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റുകളുടെ കേബിളുകൾ ക്രമപ്പെടുത്തുന്നതിന് അനുവദിച്ച സമയപരിധി 6 മാസത്തേക്ക് നീട്ടിവെക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വൈദ്യുതി പോസ്റ്റിൽ ഒരു കമ്പനിക്ക് കേബിൾ അനുവദിക്കൂ എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാവുന്ന ഈ ഗൈഡ് ലൈൻ ചർച്ച പോലില്ലാതെ ഗൈഡ് ലൈൻ എടുത്തു പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ. ആർക്ക് വേണ്ടിയിട്ടാ? റിലയൻസിന് വേണ്ടിയിട്ടാ. റിലയൻസ് എന്ന് പറയുന്ന കമ്പനി, ആ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ജിയോയുടെ വരവിന് മുമ്പായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരികയും അവർക്ക് ചില സ്ഥലങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയും ചെയ്തപ്പോൾ ഈ നിരക്ക് ഈ പറയുന്ന എല്ലാ ഗൈഡ് ലൈനും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റി പറഞ്ഞു. അതിനുവേണ്ടി പ്രവർത്തിച്ച റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയെ നമുക്കറിയാം. സംസ്ഥാന സെക്രട്ടറി AV സജീവ് കുമാർ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് M. മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M. ലോഹിതാക്ഷൻ ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സദാശിവക്കടി സാമ്പത്തിക റിപ്പോർട്ടും K. രഘുനാഥ് ഗ്രീൻ കാർഡ് റിപ്പോർട്ടും K. പ്രദീപ് കുമാർ CCN റിപ്പോർട്ടും ഷുക്കൂർ കോളിക്കര ബിസിനസ് സാധ്യതാ റിപ്പോർട്ടും അബ്ദുള്ള കുഞ്ഞി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് MD K. ഗോവിന്ദൻ ചർച്ചകൾക്ക് മറുപടി നൽകി. ശ്രീനാരായണൻ, TV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. VV മനോജ് കുമാർ സ്വാഗതവും ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താൽ ദിവസം ബായാറിൽ വെച്ച് തനിക്കു നേരെയുണ്ടായ വധശ്രമത്തിലെ പ്രതികൾ RSS വിട്ട് DYFIയിൽ ചേർന്നുവെന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് അക്രമത്തിനിരയായ ബായാറിലെ കരീം മുസ്ലിയാർ. തനിക്കെതിരെയുണ്ടായ അക്രമ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ബായാറിലെ വസതിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കരീം മുസ്ലിയാർ അഭ്യർത്ഥിച്ചു. തനിക്കെതിരെയുണ്ടായ വധശ്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് തന്റെ മൊഴിയെടുത്തിട്ടുണ്ടെന്നും താൻ നൽകിയ മൊഴിയിലുള്ള വിനീത്, ദിനേശ്, ചന്ദ്രഹാസ, ശിവ, ഉമേഷ്, ശ്രീധര, പ്രകാശ, ലോകേഷ്, മഹേഷ് തുടങ്ങിയവരാരും തന്നെ DYFIയിൽ ചേർന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമികൾ കർണാടക ഭാഗത്തുനിന്നുള്ളവരാണെന്നും 1 വർഷം മുമ്പ് കർണാടകയിലെ പെർവായിയിൽ പള്ളിയിൽ ജോലി ചെയ്തതിനാൽ അവരെ തനിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. DYFI സ്വീകരണം നൽകിയ ചടങ്ങിലെ ഫോട്ടോയിൽ കാണുന്ന 6 പേരിൽ ആരും തന്നെ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും തനിക്കെതിരെയുണ്ടായ അക്രമ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കരീം മുസ്ലിയാർ അഭ്യർത്ഥിച്ചു.
BJP ഒഴികെയുള്ള ചെറുതും വലുതുമായ ഏകദേശം എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും സഹായം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ആൾക്കാർ നമ്മളെ പരിചയക്കാരാണ്, നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ വന്ന് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ BJP രാജിവെച്ച് മാർക്സിസ്റ്റ് വന്ന ആൾക്കാർ അതിലാരുമില്ല. അത് അങ്ങനത്തെ പ്രചരണം തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ പ്രചരണം ഉണ്ടെങ്കിൽ അതൊക്കെ നിഷേധിക്കപ്പെടേണ്ടതാണ്. കരീം മുസ്ലിയാരോടൊപ്പം മകൻ മുഹമ്മദ് അൽഫീസ്, ഭാര്യാപിതാവ് മമ്മുഞ്ഞി ഹാജി, ഭാര്യാ സഹോദരൻ സിദ്ദിഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്റ്റേഷൻ റോഡിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും കടകളും അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ക്ഷേത്രസ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന കർണാടക KSRTC ബസ്സും അക്രമി സംഘം തകർത്തു. ബസിന്റെ ചില്ല് പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിലാണ്. കൂടാതെ മുഹമ്മദീയ പള്ളിയുടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകളുടെ ചില്ലും തകർത്തു. KNH ആശുപത്രിയുടെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന 4 കാറുകളുടെ ചില്ലും തകർത്തു. അനന്ത ജ്വല്ലേഴ്സ് സ്ഥാപനത്തിന്റെ ചില്ലും അക്രമി സംഘം പൂർണ്ണമായും അടിച്ചു തകർത്തു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നിവാസികൾക്കും അവിടെ താമസിക്കുന്ന കടക്കാർക്കും കച്ചവടം ചെയ്യുന്ന കടക്കാർക്കും വളരെ പ്രതിഷേധകരമാണ്. അതിനടുത്ത് മർച്ചന്റ് അസോസിയേഷനൊക്കെ വന്നിട്ട് ഇവിടെ നോക്കി പോലീസിനെ അറിയിക്കുകയുണ്ടായി. പോലീസിന് തക്കതായ ഈ സാമൂഹ്യ ദ്രോഹികൾക്ക് തക്കതായ നടപടിയെടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അക്രമി സംഘം കടകളും വാഹനങ്ങളും തകർക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായാണ് സൂചന. അക്രമം നടന്ന സ്ഥലം മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശിച്ചു. മുസ്ലിം ലീഗ് ഉപ്പള കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്, മുൻ വാർഡ് മെമ്പർ അസീം മണിമുണ്ട, മുഹമ്മദ് റഫീഖ്, കമലാക്ഷ, ഭാസ്കര തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് KCN. JCI കാസർഗോഡിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ വനിതാ ദിനമായ വെള്ളിയാഴ്ച കാസർഗോഡ് കൂട്ടയോട്ടവും വനിതാ പുരസ്കാര സദസ്സും സംഘടിപ്പിക്കും. ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന റൺ ഫോർ 9 ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് JCI ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JCI ഇന്ത്യ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന ആർത്തവ സ്ത്രീ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനാണ് റൺ ഫോർ 9. ഇതിന്റെ ഭാഗമായാണ് JCI കാസർഗോഡ് വനിതാ ദിനത്തിൽ മാലിക് ദിനാർ നഴ്സിംഗ് കോളേജിന്റെ സഹകരണത്തോടെ കാസർഗോഡ് കൂട്ടയോട്ടവും വനിതാ പുരസ്കാര സദസ്സും സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് രാവിലെ 6:30 ആരംഭിക്കുന്ന കൂട്ടയോട്ടം കാസർഗോഡ് ASP D ശിൽപ IPS ഫ്ലാഗ് ഓഫ് ചെയ്യും. പുലിക്കുന്ന് സന്ധ്യാരാഗം പരിസരത്ത് വെച്ച് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ സേവനമനുഷ്ഠിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിക്കും. ചടങ്ങിൽ JCI കാസർഗോഡ് പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിക്കും. JCI വനിതാ വിഭാഗം മേഖലാ അധ്യക്ഷ നഫീസത്ത് ഷിഫാനി, KV അഭിലാഷ്, ഫൗസിയ ഇർഷാദ്, TC സവിത, AA ഇല്യാസ് എന്നിവർ സംസാരിക്കും. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും JCI ഭാരവാഹികൾ പറഞ്ഞു. ഉമറുൽ ഫാറൂഖ്, സഫ്വാൻ ചടേക്കാൽ, KV അഭിലാഷ്, NA ആസിഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം ദേശീയപാതയോരത്ത് സന്ധ്യ ഗ്യാരേജിന് സമീപം ഏത് സമയത്തും കടപുഴകി വീണേക്കാവുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. മരത്തിന്റെ ഒരു ഭാഗം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദേശീയപാതയിൽ വീണിരുന്നു. അന്ന് തല നാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ഒരു ഭാഗം നിലംപതിച്ച മരം നിലവിൽ ഏത് സമയത്തും കടപുഴകി വീണേക്കാവുന്ന അവസ്ഥയിലാണ്. മരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുകൂടി സ്കൂൾ മദ്രസ കുട്ടികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് ദിനംപ്രതി നടന്നുപോകുന്നത്. മരത്തിന്റെ അടിഭാഗത്ത് വൈദ്യുതി ലൈനുകളും കടന്നുപോകുന്നുണ്ട്. ഇതിനാൽ തന്നെ ശക്തമായ കാറ്റ് വീശുമ്പോൾ പ്രദേശവാസികൾ ഭീതിയിലാണ്. മരം മുറിച്ച് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നുവെങ്കിലും സംഭവം അധികൃതർ ഇനിയും ഗൗരവമായി എടുത്തിട്ടില്ല. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. നേരത്തെ കരോട ദേശീയപാതയോരത്തും വൻമരം അപകടാവസ്ഥയിലായിരുന്നു. മരം മുറിച്ചു മാറ്റുവാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇതേ തുടർന്ന് മരം കടപുഴകി വീഴുകയും ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അന്നും തല നാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടം നടന്നുകഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അപകടത്തിന് മുൻപ് തന്നെ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ തന്നെ സന്ധ്യ ഗ്യാരേജിന് സമീപത്തെ മരം മുറിച്ചു മാറ്റുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിന് കൂട്ടുനിന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി M.T. രമേശ് പെരിയയിൽ പരിവർത്തന യാത്രയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാത്തത് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി M.T. രമേശ് ആരോപിച്ചു. അന്വേഷണം കുഞ്ഞനന്തനിൽ ഒതുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പരിവർത്തന യാത്രയ്ക്ക് പെരിയയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമരാഷ്ട്രീയം പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസ് എംപിമാർ പി കരുണാകരൻ എംപിക്കൊപ്പം നിൽക്കുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിൽ CPM-നൊപ്പം നിന്ന കോൺഗ്രസ് എംപിമാരും കൊലപാതകങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലകളിലെയും അക്രമത്തിന്റെ കണക്കുകൾ എണ്ണി പാർലമെന്റ് പറഞ്ഞപ്പോ ഒരു കോൺഗ്രസിന്റെ നേതാവ്, കുറെ പേരുണ്ടല്ലോ, നരേന്ദ്രമോദി എഴുന്നേക്കുമ്പോ കൂക്കി വിളിക്കുന്ന കുറെ കുറുകന്മാരെ പോലെ നേതാക്കന്മാരില്ലേ കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിൽ? ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ 2 ചെറുപ്പക്കാരുടെ വീട്ടിൽ വന്ന് നെഞ്ചുപൊട്ടി നിലവിളിച്ച് കള്ളക്കണ്ണീരൊലിപ്പിച്ച ഈ കോൺഗ്രസിന്റെ നാണം കെട്ട ഏതെങ്കിലും ഒരു MP ഇന്ത്യൻ പാർലമെന്റ് എഴുന്നേറ്റ് ബി.ജെ.പി. പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞോ? പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് നിങ്ങൾക്ക് ഈ 2 പ്രവർത്തകന്മാരെ നഷ്ടപ്പെടില്ലായിരുന്നു. അന്ന് പറയാൻ തയ്യാറായില്ലല്ലോ. അന്ന് നിങ്ങൾ CPM-ന്റെ കൂടെയായിരുന്നു. പെരിയയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ KT പുരുഷോത്തമൻ അധ്യക്ഷനായി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി VV രാജൻ, ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി A. വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് 2018-2019 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഹയർ സെക്കൻഡറി കന്നഡ വിഭാഗം തുല്യതാ കോഴ്സിന്റെ പാഠപുസ്തക വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാ ന്യൂനപക്ഷമാണ് കന്നഡ വിഭാഗം. ആ കന്നഡയിൽ തുല്യതാ പഠനത്തിലൂടെ അതുപോലെ തന്നെ 10ാം തരം പരീക്ഷ കഴിഞ്ഞ് പാസ്സായി റെഗുലറായി പാസ്സായ കുട്ടികൾ പോലും പല കാരണങ്ങളാൽ ഹയർ സെക്കൻഡറി പാസ്സാവാതെ പോയ ഒരുപാട് കുട്ടികൾ നമ്മുടെ ജില്ലക്കകത്തുണ്ട്. സ്വാഭാവികമായും തുല്യതാ പഠനത്തിലൂടെ അവർക്കിത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണമെന്ന് ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും എത്ര പൈസ വന്നാലും അത് നടപ്പിലാക്കണം എന്ന ദൃഢനിശ്ചയം ജില്ലാ പഞ്ചായത്ത് കൈക്കൊള്ളുകയും ഇതിന്റെ ഫലമായിട്ടാണ് 25 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പെർള SNHS പഠന കേന്ദ്രത്തിലെ +1 പഠിതാവ് പത്മരാജ് AGC ബഷീറിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി P. നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കന്നഡ ഹയർ സെക്കൻഡറി തുല്യതാ പുസ്തകങ്ങളുടെ ആദ്യഘട്ട വിതരണമാണിത്. 1ാം ഘട്ടത്തിൽ +1 വിദ്യാർത്ഥികൾക്കാണ് പുസ്തകം വിതരണം ചെയ്യുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് വാവച്ചൻ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ MM ഷംഷാദ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശാസ്ത പ്രസാദ്, ജില്ലാ സാക്ഷരതാ സമിതി അംഗം രാജൻ പൊയ്നാച്ചി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 8 മുതൽ 16 വരെയും ക്ഷേത്ര വാർഷികോത്സവം 19 മുതൽ 23 വരെയും നടക്കും. 17 ക്ഷേത്രത്തിൽ രുദ്രഹോമവും നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കേളുഗുഡ്ഡെ അയ്യപ്പ നഗറിലെ ശ്രീ അയ്യപ്പ ഭജനാമന്ദിരത്തിൽ നിന്നായിരുന്നു കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു.
പൂർണ്ണമായി നവീകരിക്കപ്പെട്ട ക്ഷേത്രത്തിൽ ശ്രീ മല്ലികാർജുന, ശ്രീ സുബ്രഹ്മണ്യൻ, ശ്രീ ശാസ്താവ്, ശ്രീ ഗണപതി ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ, അഷ്ടബന്ധലേപനം, ധ്വജപ്രതിഷ്ഠ, ബ്രഹ്മകലശോത്സവവുമാണ് നടക്കുന്നത്. വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. ന്യൂസ് ഡെസ്ക് KCN. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുവാൻ രംഗത്തിറങ്ങും. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സമാപിച്ചു. അംഗൻവാടി ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് TP രമാദേവി അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി KV രാഗണി, V സാവിത്രി, KV വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മംഗൽപാടി ദേലംതൊട്ടു ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനർനവീകരണത്തിന് മുന്നോടിയായി വിജ്ഞാപന പത്ര പ്രകാശനവും നിധി സമർപ്പണ ചടങ്ങും നടന്നു. ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ ക്ഷേത്ര ഭാരവാഹികളടക്കം നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ മല്ലം ദുർഗാ പരമേശ്വരി ക്ഷേത്രം പ്രസിഡന്റ് ആനമചലു വിഷ്ണുഭട്ട് അധ്യക്ഷത വഹിച്ചു. കൊണ്ടയൂർ നിത്യാനന്ദ യോഗാശ്രമത്തിലെ യോഗാനന്ദ സരസ്വതി സ്വാമിജികൾ ഭക്തർക്ക് ആശീർവചനം നൽകി. ಇಡೀ ಸಾಮಾನ್ಯ ಜನರ ಹತ್ತಿರ ಹೋಗಿ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಅವರಿಗೆ ಎಟಕುವ ರೀತಿಯಲ್ಲಿ ಮಾಡಿ ಎಲ್ಲರನ್ನೂ ಧಾರ್ಮಿಕ ಪ್ರವೃತ್ತಿಯಲ್ಲಿ ಶ್ರದ್ಧಾಳುವನ್ನಾಗಿ ಮಾಡುವುದಲ್ಲದೆ ಎಲ್ಲರಿಗೆ ಹತ್ತಿರದಲ್ಲಿ ಸಿಕ್ಕುವಂತಹ ಪುರೋಹಿತರು ಎಲ್ಲರಲ್ಲಿಯೂ ಧಾರ್ಮಿಕ ಭಾವನೆ ಜಾಗೃತಿ ಮಾಡುವಲ್ಲಿ ಅವರು ತುಂಬ ಕೊಡುಗೆ. ನಮ್ಮ ಮಠದಲ್ಲಿಯೂ ಅಷ್ಟೇ ಅವರನ್ನು ಸಂಪೂರ್ಣವಾಗಿ ತೊಡಗಿಸಿಕೊಂಡಿದ್ದಾರೆ. ಮಠದಲ್ಲಿ ಯಾವುದೇ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮ ಮಠದ ಪರವಾಗಿ ಮಾಡುವಂಥದ್ದಕ್ಕೆ ಅವರಿಗೇನು ದಕ್ಷಿಣೆ ತಗೊಳ್ಳಿ. ಹಾಗಿರುವಾಗ ನಮಗೆ ಇಲ್ಲಿಯೂ ಅಂಥದ್ದೇ ಜವಾಬ್ದಾರಿ. ಒಂದಿಷ್ಟು ಸಮಯವನ್ನು ಇಲ್ಲಿಯೂ ಮೀಸಲಿಡಬೇಕು. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്ര, വേദമൂർത്തി ഗണേഷ് നാവട, പുനർനവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ശ്രീധര ഭട്ട്, വസന്തപൈ ബദിയെടുക്ക, നാരായണ ഹെഗഡെ കൊടിബയലു, ശശിധര ശെട്ടി, MK അശോക് കുമാർ ഹൊള്ള, ചിദാനന്ദമയ്യ, മീര ആൾവ, ഗോപാലകൃഷ്ണമയ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹർത്താൽ ദിവസം തനിക്ക് നേരെയുണ്ടായ വധശ്രമത്തിലെ പ്രതികൾ RSS വിട്ട് DYFIയിൽ ചേർന്നുവെന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് ബായാറിലെ കരീം മുസ്ലിയാർ. തനിക്കെതിരെയുണ്ടായ അക്രമ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കരീം മുസ്ലിയാർ. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്റ്റേഷൻ റോഡിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും കടകളും അടിച്ചു തകർത്തു. വനിതാ ദിനമായ വെള്ളിയാഴ്ച JCI കാസർഗോഡ് കൂട്ടയോട്ടവും വനിതാ പുരസ്കാര സദസ്സും സംഘടിപ്പിക്കും. റൺ ഫോർ 9 ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മഞ്ചേശ്വരം ദേശീയപാതയോരത്ത് സന്ധ്യ ഗ്യാരേജിന് സമീപം ഏത് സമയത്തും കടപുഴകി വീണേക്കാവുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചു മാറ്റുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുവാൻ രംഗത്തിറങ്ങും. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സമാപിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ പാഠപുസ്തക വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.